ഹായ് ഫ്രണ്ട്സ്, ലൂക്ക് കോണ്ടിനോ ശില്പ ഷെട്ടി എഴുതിയിട്ടുള്ള ദ ഗ്രേറ്റ് ഇന്ത്യൻ ഡയറ്റ് എന്ന പുസ്തകത്തിൻ്റെ സെക്കൻഡ് സീരീസാണിത്. യഥാർത്ഥത്തിൽ ഫസ്റ്റ് സീരീസ് കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഫസ്റ്റ് സീരീസ് കാണാൻ ശ്രമിക്കുക. അതിൽ ഇന്ത്യൻ ഫുഡിൻ്റെ വാല്യൂസ് എത്രമാത്രം വലുതാണെന്നും ആ ഇന്ത്യൻ ഫുഡ് എങ്ങനെയാണ് റീപ്ലേസ്ഡ് ആയി പോയത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് സീരീസിൽ നമ്മൾ പറഞ്ഞതുപോലെ ശില്പ ഷെട്ടിയുടെ ഒരു നാച്ചുറൽ ട്രാൻസ്ഫോർമേഷൻ, ഒരു 32 കിലോ അവർ വെറും 7-8 ആഴ്ചയ്ക്കുള്ളിൽ കുറച്ച് കൊണ്ടുവന്നിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയായിരുന്നു എന്നും ആ ട്രാൻസ്ഫോർമേഷൻ ജേണിയിൽ അവർ നടത്തിയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ മൂവ്മെൻറ്റ്സ് ഒക്കെ എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മാത്രമല്ല, ഇത്തരം ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തുമ്പോൾ നമ്മൾ കാണേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു ജേണിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫേസ് കാണേണ്ടത് ലൂക്ക് പോലത്തെ ഒരു ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ്റെ വലിയ കഴിവാണ്. തീർച്ചയായിട്ടും ഇത്ര ഷോർട്ട് പീരീഡിൻ്റെ ഉള്ളിൽ ഒരു പ്രഗ്നൻസിക്ക് ശേഷം വെയിറ്റ് കുറയ്ക്കുക അല്ലെങ്കിൽ നാച്ചുറലായി ട്രാൻസ്ഫോർമേഷൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ടഫസ്റ്റ് ഫേസാണ്. ആ ഫേസിൽ എന്താണ് ടഫ് എന്ന് ചോദിച്ചാൽ, ഡെഫിഷ്യൻസി ഇല്ലാതെ ഹെൽത്തി ആയിട്ട് എങ്ങനെ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു സാധാരണ ഒരു ട്രെയിനറിനെ സംബന്ധിച്ച് മാത്രം നടത്താൻ പറ്റുന്നതല്ല. നല്ല നോളജും അതുപോലെ ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ പഠിച്ച് അത്രയും അറിവുള്ള ഒരാൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് കാണുമ്പോൾ, ശില്പ ഷെട്ടിയെ കുറിച്ച് പറയുമ്പോൾ പലരും ചോദിക്കും, അവരെ സംബന്ധിച്ച് എളുപ്പമല്ലേ, ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാലോ, വെൽത്ത് ഉണ്ടല്ലോ എന്നൊക്കെ. യഥാർത്ഥത്തിൽ വെൽത്ത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഒരു വ്യക്തിയുടെ മൈൻഡ് സെറ്റ്, ഡിസിപ്ലിൻ, ഹാർഡ് വർക്ക്, ഇതൊക്കെയാണ് കൂടിച്ചേരുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള റിസൾട്ടാണ് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതാണ് ആസ് എ ട്രെയിനർ എന്നുള്ള രീതിയിൽ എനിക്ക് പറഞ്ഞു തരാനുള്ളത്. മാത്രമല്ല, ഈ ഒരു പുസ്തകത്തിൽ പറയുന്ന കുറച്ച് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫേസ് എന്ന് പറയുന്നത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ എത്രമാത്രം വാല്യൂ കൊടുക്കുന്നുണ്ട്, ആ ഭക്ഷണത്തിൽ എത്രമാത്രം നമ്മൾ സന്തുഷ്ടരാണ് എന്നുള്ളതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ സ്ട്രെസ്ഫുള്ളാണെങ്കിൽ തീർച്ചയായിട്ടും ആ ജേണി ഒരിക്കലും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, സക്സസ്ഫുള്ളാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ശില്പ ഷെട്ടി നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം. കാരണം അവർ എല്ലാ ആഴ്ചയിലും കറക്റ്റായിട്ട് റൊട്ടീൻ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതാണ്. പക്ഷേ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ഡയറ്റിനെ കുറിച്ച് മറക്കും എന്നുള്ളതാണ് അവർ പ്രത്യേകം പറഞ്ഞത്. മറ്റൊന്നും കൊണ്ടല്ല, ഒരു പക്ഷേ ഞാൻ കൂടുതലായിട്ട് സ്ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ, സ്ട്രെസ്ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കോർട്ടിസോൾ ലെവൽ നന്നായി കൂടും. ആ കോർട്ടിസോൾ ലെവൽ കൂടുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ബോഡിയിൽ ഫാറ്റ് സ്റ്റോർ ചെയ്യാനായിരിക്കും സാധ്യത കൂടുതൽ. അപ്പോൾ ഞാൻ ഒരാഴ്ചയിൽ ഒരു ദിവസം എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഒരുപാട് കഴിക്കും എന്നുള്ളതല്ല അവർ പറയുന്നത്, ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. എപ്പോഴും ഡയറ്റിൽ ഒരുപാട് കോൺഷ്യസ് ആയി പോകുന്ന ഒരാളല്ല എന്നുള്ള രീതിയിലാണ് നമ്മളോട് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് പറഞ്ഞു തരുന്നത്. ലൂക്ക് എന്നൊരു ട്രെയിനറിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ച് നിങ്ങൾക്ക് എത്രമാത്രം എളുപ്പമുള്ളതാണ്, ആ ഒരു എളുപ്പമുള്ള ജേണിയിൽ നിങ്ങൾ എത്രമാത്രം സന്തുഷ്ടരാണ് എന്നുള്ളതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം. നിങ്ങൾ ഹാപ്പി അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെയാണ് അദ്ദേഹം നമ്മളോട് ഷെയർ ചെയ്യുന്ന സൈക്കോളജിക്കൽ ഫാക്ട്സ്. മാത്രമല്ല, നമ്മൾ എടുക്കുന്ന ഭക്ഷണത്തിൻ്റെ ടൈം, പേസ് എത്രമാത്രമാണ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എത്രമാത്രം നമ്മൾ ച്യൂയി ചെയ്യുന്നുണ്ട് നമ്മുടെ ഭക്ഷണം, അത്തരം കാര്യങ്ങളിൽ നല്ല രീതിയിൽ കോൺഷ്യസ് ആവണം എന്നുള്ളതാണ് പറയുന്നത്. ശില്പ ഷെട്ടിയുടെ ഡയറ്റിനെ കുറിച്ച് തീർച്ചയായിട്ടും കാണണം, മനസ്സിലാക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഡയറ്റ് എന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം നിങ്ങൾക്ക്. വെയിറ്റ് ലോസ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു 3 കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഒരു ജേണി എളുപ്പമായിരിക്കും. ബേസിക്കലി ഫസ്റ്റത്തെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് നമ്മൾ സ്ലീപ്പ് സൈക്കിളാണ്. നമ്മൾ ഉറങ്ങുന്ന സമയം എത്രയാണെന്നും നമുക്ക് ആ ഡീപ്പ് സ്ലീപ്പ് കറക്റ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ആ സ്ലീപ്പ് സൈക്കിൾ കറക്റ്റ് ആണെങ്കിൽ റിസൾട്ട്, അല്ലെങ്കിൽ നമ്മൾ സ്ട്രെസ് ലെവലും കുറയും ചെയ്യും, റിസൾട്ടും ഫാസ്റ്റ് ആയിരിക്കും. സെക്കൻഡായിട്ട് പറയുന്നത് നമ്മുടെ ഡയറ്റ്, എത്ര കലോറി ഇൻടേക്ക് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ആ കലോറി ഇൻടേക്ക് പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും നമ്മുടെ ജേണിയുടെ റിസൾട്ട് എത്ര പെട്ടെന്ന് കിട്ടും എന്നുള്ളതൊക്കെ. മറ്റൊന്നും കൊണ്ടല്ല, 70% നിൽക്കുന്നത് ഡയറ്റിലാണ്, ഒരു 30% മാത്രമേ വർക്കൗട്ടിലുള്ളൂ. അപ്പോൾ ആ 70% നമ്മൾ എങ്ങനെ ചെയ്യുന്നു, എത്രമാത്രം ഹാപ്പിയാണ് എന്നുള്ളതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. തേർഡ് പോയിന്റ് ഡിന്നറാണ്. നമ്മൾ ഏർലി ടു ടേക്ക് എ ഡിന്നർ എന്ന് പറയും. അപ്പോൾ ഡിന്നർ എത്ര നേരത്തെ എടുക്കാൻ പറ്റും അത്രയും നേരത്തെ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആ ഡിന്നർ എടുക്കുമ്പോൾ നമുക്ക് നേരത്തെ എടുത്ത് കഴിഞ്ഞ് ഒരു 4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ബെഡിലേക്ക് പോകാൻ ശ്രമിക്കുക. ഈ ഒരു 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിസൾട്ട് വരാൻ ബുദ്ധിമുട്ടില്ല.
അപ്പോൾ ഒരു പുതിയ വർഷത്തിൽ എല്ലാവരും ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റട്ടെ. മറ്റൊരു വീഡിയോ ആയിട്ട് സൺഡേ കാണാം. ഓക്കെ, ബൈ.